അച്ഛനും കണ്ണി കണ്ടവരോട് കള്ളും കുടിച്ച് കണ്ട ഹോട്ടലിലൊക്കെ കൂത്താൻ ചേർക്കുന്ന അച്ഛനാണിയാ. വിശ്വസിച്ചിരിക്കണോ? അവരെന്നോട് പറഞ്ഞാണ് ഒന്നുപോലെ തന്നെ. എന്റെ മോളെപ്പോഴാ മോളോ? അമ്മയും മോളും എല്ലാത്തിനും ഞാൻ ഇവിടെ നടച്ചത്. ഇറങ്ങി പോയി ഈശ്വരനെ വിചാരിച്ച് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. അവര് പറഞ്ഞു തന്നെ അഭ്യപ്പെട്ടാണ്. നീ ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലയോ എന്നാണ് എനിക്കറിയുന്നത്. എന്തായാലും അവള് പെരക്കാത്തോട്ട് ഒന്ന് കയറിക്കോട്ടെ. എന്റെ മോൾ ഇങ്ങോട്ട് കയറി പോയി. ആഹാ, എനിക്ക് അത് തന്നെ ഒന്ന് കാണണം. ഇങ്ങോട്ട് ഇറങ്ങിയ നിന്റെ കാലിന്റെ മുട്ടി ഞാൻ വെട്ടിയോടി. അച്ഛനെന്നെ കൊന്നോളൂ. ഞാൻ പറയുന്നത് എന്താണെന്ന് കേട്ട് അച്ഛനെന്നെ എന്റെ വേണമെങ്കിൽ ചെയ്തോളൂ. വേണ്ടടി, നീ പറയുന്നത് ഒന്നും എനിക്ക് കേൾക്കണം. അത് കൊള്ളാമല്ലോ. പലവരും പറയുന്നതൊക്കെ അടങ്ങി ഒതുങ്ങി നിന്ന് കേട്ടിട്ട് പോന്നു. സ്വന്തം മകള് പറയാനൊട്ട് സമ്മതിക്കത്തുമില്ല. ഇത് എവിടുത്തെ മര്യാദയാ? മാധു, നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരികയാണോ? എടി, സഹിക്കാവുന്നതിലേറെ ഞാൻ അവിടെ നിന്ന് കേട്ടിട്ടാ പോകുന്നു. അതെല്ലാം നുണയാണച്ചാ. വെറും അസൂയ കൊണ്ട് പറയുന്നതാണ്. പറയുന്നതിനും ഒരു ചേർച്ചൊക്കെ വേണ്ട പ്രിയമതി. അവരൊക്കെ പറയുന്ന അസൂയ കൊണ്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ. എന്നെയും കുഞ്ഞുങ്ങളും ഇവിടെ കൊണ്ടുവന്നാക്കിട്ട് പോയതെന്താ? എനിക്കിതേ കുറിച്ച് ഒന്നും പറയാനില്ല ചേച്ചി. ചേട്ടനും എന്തൊക്കെയോ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. പാച്ചുവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഗോവിന്ദ പണിക്കരോ, അയാളുടെ മകനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? ഈശ്വരാ, സംഭവിച്ചിരിക്കുന്ന എല്ലാം എനിക്കെതിരാണ്. ഞാനിനി എന്ത് പറഞ്ഞു നിങ്ങളെയൊക്കെ വിശ്വസിപ്പിക്കും? എല്ലാം അസൂയാണെന്ന് പറഞ്ഞോടി. അയ്യോ അമ്മേ, അത് മാത്രം പറയരുത്. ഇനി ഞാനൊന്നും പറയില്ലമ്മേ. ഇത് ദൈവശിക്ഷയാണമ്മേ. എങ്കിലും ചേച്ചി ഇങ്ങനെ ആയല്ലോ. നീ പോലും എന്നെ അവിശ്വസിക്കുന്നു അനിയത്തി. അനിയത്തി? നിന്റെ അനിയത്തിയാണ് അവളെന്ന് അറിഞ്ഞാൽ അവളെ കല്യാണം കഴിക്കാൻ പോലും ഒരാൾ കാണുന്നത്. നീ ഇവിടെ ഇറങ്ങുന്നുണ്ടോ ഇല്ലാന്നാണ് എനിക്കറിയേണ്ടത്. ഞാനിനി എവിടെ പോണെന്ന് കൂടി അച്ഛൻ എനിക്ക് പറഞ്ഞു തരൂ. നീ എവിടെയെങ്കിലും പോയി തൊലയടി നാശിച്ചവളെ. എന്റെ ഭഗവതി, ഇത്രയേറെ പാപം ചെയ്തൊരാത്മാവാണല്ലോ. മാധു, നീ എന്തിനാ കരയുന്നത്? അവൾ പിഴച്ചവളാണ്. ആ പിഴച്ച കൂട്ടത്തിലേക്ക് അവള് പോകട്ടെ. ഇറങ്ങി പോകട്ടെ. ഇനി ഇങ്ങോട്ട് കയറിയാൽ നിന്നെ ഞാൻ ആരെങ്കിലും മിറ്റത്തിലും. ഇല്ല ഇല്ല, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. നിങ്ങൾക്കെല്ലാം ഞാൻ കാരണം ഒരു അപമാനം ഉണ്ടാവില്ല. ശാരദേ, അമ്മേ, പ്രിയമ്പതയെ പോലെ ഒരുവൾക്ക് ഇങ്ങനെ ഒരു ദുർവിധി വരാൻ പാടില്ലാത്ത കല്യാണത്തിന് പണമുണ്ടാക്കാൻ വേണ്ടി കാർണിവിച്ച് ഒടുവിൽ കല്യാണം മുടങ്ങിയെന്ന് മാത്രമല്ല, കല്യാണം കഴിച്ചയച്ച ചേച്ചി വീട്ടിലുമായി. വീടും നഷ്ടപ്പെട്ടു. ഇതൊരു ദുർവിധി തന്നെയാണ്. ഞാനിനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല രാജേട്ട. എനിക്കിനി മരിച്ചാൽ മതി. അങ്ങനെ ഒന്നും പറയരുത്. ഒരു ജീവിതത്തിന്റെ ആകെ അർത്ഥം ഒരു കല്യാണമാണ്. കല്യാണമോ? ഒരിക്കൽ മാത്രം ഞാനൊന്ന് ആ മനുഷ്യനെ കണ്ടു. ബാക്കിയെല്ലാം എന്റെ വീട്ടുകാരുടെ തീരുമാനമായിരുന്നു. ആ കല്യാണം നടക്കാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല. എന്നെ ആരും വിശ്വസിക്കുന്നില്ല രാജേട്ട. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. അത് ശരിയല്ല. ഈ ലോകത്ത് ഞാനും കൂടി ജീവിക്കുന്നു. പ്രിയമ്പതയെ എനിക്ക് വിശ്വാസവുമാണ്. ഈശ്വര, അത്രയും ആശ്വാസം. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ഈശ്വര നിശ്ചയങ്ങൾ അനുസരിക്കല്ലാതെ അത് മാറ്റാൻ ആരെക്കൊണ്ടുമാവില്ല. പ്രിയമതയെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ മറ്റെന്തോ തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. മരണം വരെ കണ്ണീര് കുടിപ്പിക്കുക, മറ്റൊന്നും ഇനി തീരുമാനിക്കാനില്ല. പ്രിയമത എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചു കളയുന്നു. പ്രിയമതയുടെ പ്രശ്നം എനിക്ക് വിട്ടു തന്നുകൂടെ? പ്രിയമതയുടെ ജീവൻ പ്രിയമതയ്ക്ക് വേണ്ടെങ്കിലും
മറ്റാർക്കെങ്കിലും ചിലപ്പോ വേണമെന്ന് വന്നേക്കാം. രാജേട്ടൻ പറയുന്നതിന്റെ അർത്ഥം ആലോചിച്ചെടുക്കേണ്ടതാണ്. അതിന് സമയമെടുക്കുന്നത് നല്ലതാണ്. ഏതായാലും പ്രിയംവദ മുറിയിലേക്ക് പോകും. നാളെ കാണാം. അതുവരെ പ്രിയംവദ ഒന്നും ആലോചിക്കണ്ട. എല്ലാം ഞാൻ ആലോചിച്ചോളാം. ഓ, വാച്ചുള്ള ഭാര്യയും കുട്ടികളെയും കൊണ്ട് ചെന്ന് വീട്ടിലാക്കി. എന്റെ സാറേ, നാണക്കേടുകൊണ്ട് തല നിവർത്തി നടക്കാൻ വയ്യാതെ വന്നു. അതുകൊണ്ട് ചെയ്തു പോയതാ. നിങ്ങൾ എന്ത് വിഡ്ഢിത്തമായി കാണിച്ചത് വാച്ചുള്ള? ഒരു വാക്കിനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ആളുകൾ ഇരുത്തി പൊറപ്പിക്കണ്ടേ? ആളുകൾ അസൂയ കൊണ്ട് പലതും പറയും. അതൊക്കെ സത്യമാകണമെന്നില്ല. അതിനകത്ത് ഏതാണ്ട് അടിയും പിടിയൊക്കെ നടന്നു പറയുന്ന കേട്ടു. അടി ഉണ്ടാക്കി ഞാനല്ലേ? ജയദേവൻ ആവശ്യമില്ലാതെ പെണ്ണുങ്ങളുടെ ക്യാമ്പിൽ ഒന്ന് ബഹളം ഉണ്ടാക്കി. ഞാൻ 3 അടി കൊടുത്തു. അതിന് പ്രിയംവദ എന്ത് വിളിച്ചു? അപ്പോ ഞാൻ എന്റെ അബദ്ധമാണോ സാറേ ചെയ്തത്? എന്താ സംശയം? വേഗം ചെന്ന് ഭാര്യയും മക്കളെയും വിളിച്ചോണ്ട് പോരെ. നാണക്കേടായത് ദൈവമേ. ബന്ധം വേർപെട്ടെന്നും പറഞ്ഞു കൊണ്ടുവന്നാക്കിയതാ. പറഞ്ഞതല്ലേ ഉള്ളൂ, സാരമില്ല. പോയി വിളിച്ചോണ്ട് പോരെ. ഗോമതി എങ്ങനെ കഴിയുന്നു എന്തോ. ഭാര്യയെ കൊണ്ടിന്ന് വീട്ടിൽ വിട്ടിട്ട് കൈ തലി വെച്ചോണ്ട് നിന്നു. ഇപ്പൊ ഞാൻ എന്തോ ചെയ്യണം സാറേ? എന്തോ ചെയ്യാനാ? നാളെ തന്നെ പോയി ഭാര്യയെ വിളിച്ചോണ്ട് വരൂ. ചെല്ലു. എന്താ അവിടെ ബഹളം? അതിലെ ഭ്രാന്തരാണ് സർ. ഏത് ഭ്രാന്തൻ? അന്ന് നമ്മുടെ ആ മെയിൻ താട്ടി കളിച്ച് തോറ്റ് ബഹളം ഉണ്ടാക്കിയില്ലേ? അവ ഇപ്പൊ വട്ട കിളവി ചങ്ങലയൊക്കെ പൊട്ടിച്ചു വന്നിരിക്കുക. നമ്മുടെ ഈ കോമ്പൗണ്ടിലാണോ? അല്ലേ, അത് റോഡിലാണ്. അകത്തോട്ട് കയറാൻ നോക്കിക്കോണം. ഇവിടെ ഈ വമ്പൻ ഇവിടെ ഉള്ളപ്പോഴോ? ഓ വളാ. പോകരുത്. ചാമ്പലാക്കി കളയും. അന്നെങ്കിൽ പോകരുത്. ഏറ്റവും പച്ച പച്ച സിംഗിൾ ആരുടെ ഇവിടെ കാവേരി കൊണ്ടുവന്നത്? ഞാൻ എല്ലാം കാറ്റി കളി. ഈ മനുഷ്യന് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ? ഉണ്ട്. ഞാനും എന്റെ മകളുമുണ്ട്. അന്നെങ്കിൽ വന്നാൽ ഞാൻ കാറ്റി കളി സകളിച്ചു. നിങ്ങൾ? ആ മനുഷ്യന്റെ ഭാര്യയാണ്. ഓഹോ, അത് ശരി. മോളിങ് വരൂ. മോക്ക് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാം. അയ്യോ വേണ്ട, നിങ്ങൾ ഭയപ്പെടാതിരിക്കും. വേണ്ട. വരൂ മോളെ, വരൂ. മോളെ അച്ഛ അച്ഛന്ന് വിളിച്ചോണ്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലാമോ? ചെല്ലുമോ? നിങ്ങൾ വിടൂ. വരൂ മോളെ, ചെല്ലുമോ? ചെല്ലു, ചെല്ലുമോ? വരൂ, പിടിച്ചോളൂ. എന്റെ കടയിലോട്ടാണ് വലിച്ചു കയറുമെന്ന് വെച്ച് ഞാൻ ഉയരും വരി പിടിച്ചിരിക്കുകയായിരുന്നു. എന്താ കാര്യം? അതേ, അബദ്ധത്താൽ ഞാൻ ഇയാളുടെ ഒരു 100 മില്ലിയും ഒരു മുട്ടയും കഴിച്ചിട്ടുണ്ട്. ഈ കിറുക്കിനിണങ്ങാനും അത് ഓർമ്മിച്ചാലുണ്ടല്ലോ നമ്മുടെ ആഫീസ് കുട്ടി. സാർ ഈ പറയുന്നത് നേരാണോ സാറേ? വിവാഹ കാര്യത്തിൽ ആരെങ്കിലും കള്ളം പറയുമോ വാച്ചുള്ളേ? അതെ, എനിക്ക് അങ്ങോട്ട് പിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാ. എനിക്ക് പ്രിയമത ഇഷ്ടമാണ്. പ്രിയമതയ്ക്ക് എന്നെയും ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വിവാഹിതരാകുന്നതിൽ പാച്ചുള്ളിയുടെ അഭിപ്രായം എന്താണ്? അയ്യോ, എന്റെ അഭിപ്രായത്തിൽ എന്തോ ചോദിക്കാനാ. ഞങ്ങൾക്ക് ഇതിക്കുള്ളൊരു ഭാഗ്യം വരാനുണ്ടോ? ഇനി പ്രിയമതയുടെ വീട്ടുകാരുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ മതി. അയ്യോ, എന്താ അറിയണ? വേണേ നമുക്ക് രണ്ടും കൂടെ പോയി അതിനെപ്പറ്റി സംസാരിച്ചോളാം. എനിക്ക് ഗോതിയും പിള്ളേരെയും വിളിച്ചോണ്ട് വരികയും ചെയ്യാമല്ലോ. ശരി, അപ്പൊ നമുക്ക് നാളെ തന്നെ പുറപ്പെടാം. അപ്പൊ ഞാൻ